പ്രാഥമികമായ സ്വരത്തിലെയും സ്ഥാനമായ സത്യേകതയൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വലോകവും പേരെല്ലാവരും പ്രകാശമുള്ള പ്രകാശവും സ്ത്രീയും ജനിച്ചും ശരാശരിയോടും ആത്മാവ് കൊണ്ടും ഉയർന്നു വരുവാൻ ഞങ്ങൾക്കൊരുക്കിയ വിളിക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിച്ചവരും നിരന്തരമായി പങ്കുചേർന്നവരുമായ അനേക കാര്യങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സാധ്യമാകാത്ത ഈ കൂടിവരവിന് പരിമിതമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിത്തന്ന നിന്റെ കൃപയാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ തിരുവചന ഘോഷണത്തെ പ്രത്യേകമായി പ്രയോജനപ്പെടുത്തണമേ. നിന്റെ ആത്മാവിൽ ഈ ശുശ്രൂഷയെ നയിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലോകത്തോട് കരുണയുണ്ടാകണമേ. ദൂരെയും അടുത്തുമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വേദനിക്കുന്നവരും ദുരിതപൂർണരുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധ സഭയിൽ എല്ലാവിധമായ കുറവുകളാലും കുറ്റങ്ങളാലും അനേക ആയിരങ്ങൾക്ക് നീ ആശ്വാസം പകരണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും വേദനകളും മുമ്പകരണങ്ങളും ദുരിതങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഭാരങ്ങളുമായി എൻ്റെ മക്കൾ ഇവിടെ ആയിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവമേ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനായ തമ്പുരാനെ, ഞങ്ങൾ തകർന്ന ഹൃദയത്തോടും നുറുങ്ങിയ മനസ്സോടും കൂടി ഈ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിൽ ഇവിടെ ആയിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ കണ്ണുനീരോടുകൂടി നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളുടെ നേരെ നീ മുഖം തിരിച്ചു കളയരുതേ. ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ നീ കാക്കണമേ. ഇയ്യോബിൻ്റെ ഭവനത്തെ വേലികെട്ട് സംരക്ഷിച്ചതുപോലെ നിന്റെ കാവൽ മാലാഖമാരാൽ എല്ലാ ഭവനത്തെയും നീ സംരക്ഷിക്കണമേ. പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ദൈവമേ, രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാരകമായ രോഗം ബാധിച്ചവർ, അർബുദ രോഗത്താൽ വലയുന്നവർ, ചികിത്സിക്കാൻ വകയില്ലാത്തവർ, രോഗത്തിൻ്റെ കാഠിന്യം മൂലം അതിൻ്റെ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, പരിപൂർണമായ സൗഖ്യവും പരിപൂർണമായ സ്വസ്ഥതയും ശരീരാത്മദേഹികൾക്ക് നൽകണമേ. രോഗം, ദുഃഖം, സങ്കടം എന്നിവ വന്നാലും അത് താങ്ങുവാനുള്ള ബലം നൽകി മുന്നോട്ട് നയിക്കണമേ. ഞങ്ങൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും വഴിതെറ്റിപ്പോവാനിടയാകരുതേ. അനേകം യൗവനക്കാർ ഇടറിപ്പോകുന്നു, ബാല്യക്കാർ തളർന്നു പോകുന്നു. പോകേണ്ട വഴിയും കേൾക്കേണ്ട ശബ്ദവും അവരെ കേൾപ്പിക്കണമേ. വാർദ്ധക്യത്തിൻ്റെ അവശതയിലായിരിക്കുന്നവരോട് കരുണ തോന്നണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഭവനങ്ങളില്ലാത്തവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, നിരവധി ഭാരങ്ങളും പ്രയാസങ്ങളും ആരോടും പറയാൻ പറ്റാത്ത വേദനകളും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരോട് പ്രത്യേകമായി കരുണ തോന്നണമേ. അനുരഞ്ജനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവിനും ഇപ്പോഴെപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമേൻ. യാത്രയ്ക്ക് വേണ്ടി അവൻ പുറപ്പെടുന്ന നിമിഷം നാം അവിടെ കാണുന്നുണ്ട്. ആ നടക്കുന്നതിന് തൊട്ടു മുൻപ് അവന് ദൈവം എന്തു നൽകി? അപ്പം നൽകുന്നതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. എഴുന്നേറ്റ് തിന്നുക എന്ന പറയും. ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ 2 അപ്പങ്ങൾ വേദപുസ്തകത്തിൽ പ്രത്യേകമായി നാം കാണുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം, 18-ാം അധ്യായം, 19-ാം അധ്യായം വായിക്കാൻ സമയം കിട്ടുമെങ്കിൽ വായിക്കണം. നമുക്ക് വേദനയും പ്രയാസവും ഒക്കെ വരുമ്പോൾ മാത്രം വേദപുസ്തകത്തെ ആശ്രയിച്ചാൽ പോരാ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നന്മ ചെയ്യുവാനായിരുന്നാലും ജീവിതത്തിലെ ഏതൊരു നല്ല കാര്യം ചെയ്യുവാനായിരുന്നാലും വേദപുസ്തകം വായിക്കണം. 17-ാം അധ്യായത്തിൽ സറാഫാത്തിലെ വിധവ, അവളുടെ കലത്തിൽ ഒരു തവി മാവേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കലത്തിലെ ആ ഒരു തവി മാവ് കൊണ്ട് അവൾ ഒരു അപ്പം ഉണ്ടാക്കി തിന്ന് മരിക്കുവാനായിട്ട് ഇച്ഛിച്ചു. അവളുടെ അടുക്കലേക്കാണ് ദൈവം ആരെ അയക്കുന്നത്? ഏലിയാവിനെ അയക്കുന്നത്. ദൈവം അന്നന്നത്തെ അന്നവും ആഹാരവും ഏലിയാവിന് കൊടുത്തു. ആ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കെരീത്ത് തോട്ടിൽ വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വെള്ളം വറ്റിപ്പോയി. ദൈവം അവനോട് പറഞ്ഞു, സറാഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് പോകുവാൻ തക്കോണം. അവിടെ ചെന്നപ്പോൾ എന്താ? കലത്തിലെ ഒരു തവി മാവ് കൊണ്ട് അവൾ അപ്പം ഉണ്ടാക്കി അവളും അവളുടെ ഏകജാതനായ മകനും മരിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. സത്യത്തിൽ ദൈവത്തിൻ്റെ ജീവിതത്തിൽ
ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയോ ആയിരിക്കും ഏലിയാവിൻ്റെ ജീവിതത്തിലുണ്ടായ ആ പ്രയാസം കെരീത്ത് തോട്ടിലെ വറ്റിപ്പോയ തോടിനെ കുറിച്ച് അവിടെ പറയുന്നത്. അവൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവനും അവളും മരണത്തിലേക്ക് വഴുതി പോകുവാനായിട്ട് നിശ്ചയിച്ചവരാണ്. ദൈവം ആ ദൈവപുരുഷനെ ആ വിധവ സ്ത്രീയുടെ വീട്ടിലേക്ക് അയക്കുന്നു. എന്നാൽ ഏലിയാവ് പറഞ്ഞു, നീ പോയി ആ ഒരു തവി മാവ് കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം. ഇന്നലത്തെ അപ്പം ഒട്ടുമില്ല അവസാനിച്ചു എന്ന് തോന്നിയ കലത്തിൻ്റെ അടിയിൽ നിന്നും ഒരു പുതിയ തുടക്കം ഏലിയാവ് കൊടുത്തെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം കേൾക്കുന്നവനെ നമസ്കാരം കേട്ട് ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ ഒരു നാമത്താൽ നിങ്ങളെ നീ കാത്തുകൊള്ളണമേ. പാർക്കുമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമേ ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളോടുകൂടി പ്രിയ അഭിഷിക്തന്റെ മേലും വചനം കേട്ടായിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ മേലും ഞങ്ങളുടെ ഇടവകയിലെ മേലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്തുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. പാർക്കുമോ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്കുള്ള ആഹാരത്തെ നിന്റെ കരുണയെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് സത്യത്തിൽ ഇന്നലത്തെ അപ്പവും ഉണ്ട്, ഇന്നത്തെ അപ്പവും ഉണ്ട്. ദൈവം ഇന്നയോളം വഴി നടത്തിയ വൻ കൃപകൾക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ 2025 മാർച്ച് മാസം അവസാനം ഇവിടെ ഇരിക്കുമ്പോൾ ഇന്നലകളിലെ കണ്ണുനീർ മഴകളും ഇന്നലകളിലെ നൊമ്പരങ്ങളും അവിടെ ദൈവം കരുതിയ ഒരു അപ്പമുണ്ട്. ദൈവം കരുതിയ ഒരപ്പം നമുക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നു. 19-ാം അധ്യായത്തിൽ 17-ാം അധ്യായത്തിലെ അപ്പം മറന്ന് മരിക്കുവാൻ ഒരുങ്ങുന്ന ഏലിയാവിനെ നമുക്ക് അവിടെ കാണാം. വരയിടും. ദൈവം തൻ്റെ തൂലിക കൊണ്ട് വരയിട്ടപ്പോൾ ഏലിയാവ് എഴുന്നേറ്റ് 40 ദിവസത്തെ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്.